ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഇടവക വികാരിക്ക് സസ്പെൻഷൻ. ഷൊർണൂർ CSI പള്ളിയിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഇന്ന് നടന്ന ആരാധനയിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിന്നു. 70ഓളം വിശ്വാസികളാണ് വിട്ടുനിന്നത്. സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ ആരാധനയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇവരുടെ തീരുമാനം. ഇടവക വികാരിക്ക് സസ്പെൻഷൻ. ഷൊർണൂർ CSI പള്ളിയിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഞായറാഴ്ച നടന്ന ആരാധനയിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിന്നു. 70ഓളം വിശ്വാസികളാണ് വിട്ടുനിന്നത്. സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ ആരാധനയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇവരുടെ തീരുമാനം. സസ്പെൻഷനും നൽകി ആ ഷിനു അച്ഛനെയും കുടുംബത്തെയും വളരെയധികം മാനസികമായും ശാരീരികമായും എല്ലാം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സസ്പെൻഷൻ പിൻവലിക്കണം. അത് നിയമമായിട്ടുള്ള അല്ലെങ്കിൽ അത് അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളല്ല അതിൻ്റെ പിന്നിലുള്ളത്. അത് പിൻവലിച്ചുകൊണ്ട് ഈ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് അച്ഛനെ വീണ്ടും അച്ഛൻ്റെ പദവിയിലേക്ക് തിരിച്ചെടുക്കണമെന്നുള്ള ഒരു പ്രത്യേക ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ദേവാലയത്തിൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്നത്. CSI കൊച്ചിൻ മഹാ ഇടവകയുടെ ഷൊർണൂർ സെന്റ് പോൾസ് പ്രോ കത്തീഡ്രൽ ഇടവകയിൽ കഴിഞ്ഞ 2 വർഷത്തോളം സേവനമനുഷ്ഠിച്ചിരുന്ന റവറൻ ഷിനു എബ്രഹാം എന്ന ഇടവക വികാരിയെ അടിസ്ഥാന വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിൽ സ്ഥലം മാറ്റുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായതെന്ന് പ്രതിഷേധിച്ച വിശ്വാസികൾ പറഞ്ഞു. അച്ഛനെ വാളയാർ സഭയിലേക്ക് മാറ്റുകയും ചെയ്തു. അത് വളരെ നികൃഷ്ടമായൊരു നടപടിയാണ്. അതുമാത്രമല്ല, അതിനുശേഷം അദ്ദേഹത്തെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത ദുരൂഹമായിട്ടുള്ള കാര്യത്തിന് എതിരെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രക്ഷോഭം, ഒരു സൗഹൃദ, ഒരു കൂട്ടായ്മ ഞങ്ങൾ നടത്തുകയാണ്. നിലവിലെ മഹാ ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചില നീക്കങ്ങൾക്കെതിരാണ് പ്രതിഷേധം. സെന്റ് പോൾസ് പ്രോ കത്തീഡ്രൽ ഇടവക ജനങ്ങളും സഭയിലെ വിവിധ സംഘടനകളും സംയുക്തമായി ഞായറാഴ്ച സഭ ബഹിഷ്കരിക്കുകയും പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു. നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഇവിടെ ഇടവക വികാരിയായിരുന്ന റവറൻ ഷിനു എബ്രഹാം എന്ന അച്ഛനെ ഇവിടെ സ്ഥലം മാറ്റം കിട്ടി പോയിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാ ഇടവക നമ്മളോട് കാട്ടിയിട്ടുള്ള ഒരു അനീതിയാണ്. അനീതിയുടെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മഹാ ഇടവക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2 ഗ്രൂപ്പ് ചേരലുകൾ നടക്കുന്നു. ആ ഗ്രൂപ്പ് ചേരലുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട, അതായത് അവരുടെ കക്ഷികൾക്ക് വേണ്ടിയുള്ള വ്യക്തിപരമായ ഒരു ടാർഗറ്റിൻ്റെ പേരിലാണ് അച്ഛനെ ഇവിടെ സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അച്ഛന് വരുന്നത് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ്. തീരെ പ്രായം ചെറുതായ 10 വയസ്സിൽ താഴെയുള്ള 2 പെൺകുട്ടികളും 1 ചെറിയ കുട്ടിയുമാണ്. അവർക്ക് കഞ്ചിക്കോട് പാഴ്സനേജിലേക്ക് സ്ഥലം മാറ്റം ചെയ്യുന്നു. കഞ്ചിക്കോട് പള്ളിയിലേക്ക് സ്ഥലം മാറ്റം ചെയ്യുകയും അവിടെ തീരെ താമസിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു പാഴ്സനേജ് താമസിക്കാൻ വേണ്ടി നൽകുകയാണ് ചെയ്തത്. അടിസ്ഥാന സൗകര്യങ്ങളോ വ്യക്തി ശുചിത്വമോ ഒന്നും പാലിക്കാത്ത ഒരു പാഴ്സനേജ് അവർക്ക് താമസിക്കാൻ വേണ്ടി നൽകുകയും, അത്തരം ഒരു നീചമായൊരു പ്രതികരണം, അതല്ലെങ്കിൽ മഹായുടെ ഭാഗത്തു നിന്നുള്ള ഇത്രയും ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുക്കുകയും അതിനുശേഷവും അച്ഛന് വീണ്ടും അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഇവിടുന്ന് സ്ഥലം മാറ്റം ചെയ്യുകയും ഇപ്പോൾ 6 മാസത്തേക്ക് അനധികൃതമായി സസ്പെൻഷൻ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. പുതിയതായി രൂപീകരിച്ച മഹാ ഇടവക ഭരണസമിതിയുടെ നീതിപൂർവമല്ലാത്ത ദ്രോഹ നടപടികൾ അവസാനിപ്പിച്ച് റവണൻ ഷിനു എബ്രഹാം അച്ഛന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരേക്കും പ്രതിഷേധം തുടരുമെന്ന് സഭാജനങ്ങളും പ്രതിഷേധ യോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും അറിയിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു ചെയ്യേണ്ടി വന്നത് ഞങ്ങളുടെ മഹാ ഇടവകയുടെ കമ്മിറ്റി, അതായത് മഹാ ഇടവകയുടെ അഡ്വൈസറി കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ നീതിരാഹിത്യമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായ ഒരു മക്കളെ പോലെ, ഒരു കുടുംബം പോലെ ഇവിടെ ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങളെ ആരും തന്നെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. ന്യൂസ് ഡെസ്ക് CCV.